മോളിവുഡ് വലിയ പ്രതീക്ഷയോടെ മുന്നേറുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും കലാമൂല്യത്തിലും കൊമേഴ്ഷ്യൽ സക്സസിലുമെല്ലാം മലയാളം ഇൻഡസ്ട്രി വളർച്ചയുടെ പാതയിലാണ്. അത് ഇന്ത്യൻ സിനിമാ ലോകമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട്. 2025 ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നറിയാമോ? മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിലും അതിനെയെല്ലാം പിന്തള്ളി ഒന്നാം സ്ഥാനം കൊണ്ടുപോയത് ഒരു ഫീമെയിൽ ലീഡ് ചിത്രമാണ്. ഒരു സംശയവും വേണ്ട, ആദ്യമായി മോളിവുഡിൽ പിറന്ന 300 കോടി ചിത്രം തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈ ചരിത്ര നേട്ടം മലയാളത്തിൽ കുറിച്ച സിനിമയുടെ ബജറ്റ് 30 കോടിയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2, 3, 4 സ്ഥാനങ്ങൾ ലാലേട്ടൻ ചിത്രങ്ങൾക്കാണ്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം. അതെ, ഈ വർഷം ലാലേട്ടന്റേതാണ് എന്ന് നമ്മൾ കരുതുന്നത് അതുകൊണ്ടുകൂടിയാണല്ലോ. 266.3 കോടിയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ കളക്ട് ചെയ്തത്. അതേസമയം മോഹൻലാൽ എന്ന പ്രതിഭ നമ്മെ വീണ്ടും അഭിനയിച്ചതിശയിപ്പിച്ച തരുൺ മൂർത്തി ചിത്രം തുടരും നേടിയത് 233.5 കോടിയാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം 75.6 കോടിയും നേടി. പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യനായിട്ടാണോന്ന് നമുക്ക് കാണാം. യുവതാരനിര അണിനിരന്ന ഖാലിദ് റഹ്മാൻ ചിത്രം ആലപ്പുഴ ജിംഖാനയാണ് ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത്. നിന്റെ സക്കറിയ ബസാറിന് വേണ്ടി, നമ്മുടെ ജിംഖാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നേടിക്കൂലേ. 69 കോടിയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. ആസിഫ് അലിയും അനശ്വര രാജനും പ്രധാന വേഷങ്ങളിലെത്തിയ രേഖാചിത്രം 6ാമതെത്തിയത് 57.3 കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയാണ്. $54.25 കോടി നേടി കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയും 25.5 കോടി നേടി മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ടൊവിനോ ചിത്രം നരിവേട്ടയും തൊട്ടു പിന്നിലായുണ്ട്. 9ാം സ്ഥാനത്ത് അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തിയ സുമതി വളവാണ്. 28.3 കോടിയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. മമ്മൂക്കയുടെ ബസൂക്കയാണ് 10ാം സ്ഥാനം സ്വന്തമാക്കിയത്. 25.2 കോടിയാണ് ബസൂക്ക നേടിയത്. ലോക, എമ്പുരാൻ, തുടരും എന്നീ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ ചിത്രങ്ങൾ 200 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ പിന്നീടുള്ള ചിത്രങ്ങൾ 100 കോടിക്ക് താഴെയാണ് കളക്ട് ചെയ്തത്. അതായത് 100നും 200നും കോടിക്കിടയിൽ നേടിയ ചിത്രങ്ങൾ ഇല്ല എന്ന് സാരം. ഇനിയും ചിത്രങ്ങൾ ഈ വർഷം റിലീസാകാനുണ്ട് എന്നതിനാൽ തന്നെ ഈ ലിസ്റ്റ് 2025 അവസാനത്തോടെ മാറിമറിയാനും സാധ്യതയുണ്ട്. കൂടുതൽ ഉയരങ്ങൾ മലയാള സിനിമ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അത് തീർത്തും സ്വാഭാവികമാണ് താനും. ഇൻഡസ്ട്രി ഹിറ്റുകൾ അടിക്കടി തിരുത്തപ്പെടട്ടെ. കൂടുതൽ റെക്കോർഡുകൾ തീർത്ത് മോളിവുഡ് മുന്നേറട്ടെ.